കോതമംഗലം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ നഴ്സ് അമീനയുടെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മരണവുമായി ബന്ധപ്പെട്ട് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണൻ പല്ലാരിമംഗലത്തുള്ള പെൺകുട്ടിയുടെ വീട്ടിൽ മൊഴിയെടുക്കാനെത്തി. കഴിഞ്ഞ ശനിയാഴ്ച അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അമീന പിന്നീട് മരിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച അമീനയുടെ കുടുംബാംഗങ്ങൾ കോതമംഗലം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ പല്ലാരിമംഗലം സ്വദേശിനിയായ നഴ്സ് അമീനയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണൻ പെൺകുട്ടിയുടെ വീട്ടിൽ മൊഴിയെടുക്കാനെത്തി. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ജോലിക്കെത്താതിരുന്ന അമീനയെ അന്വേഷിച്ചപ്പോഴാണ് ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലെ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് വളാഞ്ചേരി, കോട്ടക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 8:30 മരണം സംഭവിക്കുകയായിരുന്നു. അമിതമായി മരുന്ന് ഉള്ളിലെത്തിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അമീനയുടെ വീട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അമീന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പിതാവ് മിഥിലാജും സഹോദരി അൽഫിനയും പറയുന്നു. 2.5 കൊല്ലമായിട്ട് കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ OT ടെക്നോളജിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 1.5 മാസം മുമ്പ് ഇങ്ങോട്ട് കരഞ്ഞു വിളിച്ചു. വൈകുന്നേരം അവിടെ GM പ്രശ്നമാണ്. GM മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊച്ചിനെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ രാത്രി തന്നെ പോയി. വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരം നിന്നപ്പോൾ GM വന്നു. പിന്നെ കൊച്ചിന്റെ നെഹാ സാർ എന്ന് പറഞ്ഞ സർജന്റെ കീഴിലാണ് കൊച്ചു നിൽക്കുന്നത്. നെഹാ സാറിനെ എൻ്റെ അടുത്തും കയറി കണ്ടു. അപ്പോൾ നെഹാ സാർ പറഞ്ഞു, നല്ല രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചോണ്ട് പോകാം, ഒറ്റപ്പാടുണ്ടാക്കി കൊണ്ടുപോകണ്ട, ഇനി 1.5 മാസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കൃത്രിമം എഴുതി വെച്ചാൽ അത് പ്രശ്നമാവും, അത് ഇനി ഭാവിയെ ബാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളവിടെ കൊച്ചും പറഞ്ഞു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ആത്മഹത്യ എന്നുള്ള യാതൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഇപ്പൊ അവര് മനഃപൂർവ്വം കൊച്ചിനെ കൊന്നാണ് എന്റെ 99% വിശ്വാസം. വെള്ളിയാഴ്ച ഇവിടെ വീഡിയോ കോൾ ഇട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചാ. അപ്പൊ ലഡു മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ലഡു ഞാനും കൂടെ ഞാനും വരാം, ലഡു മേടിച്ച് പിള്ളേർക്കെല്ലാം കൊടുക്കാം എന്ന് കൂട്ടുകാരിയും കേട്ടാ ഞാൻ പറഞ്ഞു. അവൾ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അതിന്റെ തലേ ദിവസം വരെ നമ്മളെ വിളിച്ച് നല്ല ഹാപ്പി ആയിട്ട് സംസാരിച്ച് ഓരോന്നും ചെയ്യണ കാര്യങ്ങളും അവിടെ കൊടുക്കണ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ ഫോൺ വെച്ചത്. അങ്ങനെ ചെയ്യൂല, അവൾ ഒരിക്കലും ചെയ്യൂല. അങ്ങനത്തെ ഒരു കുട്ടിയല്ല അവള്. എന്നെക്കാളും ബോൾഡ് ആയിട്ടുള്ള കൊച്ച. ഇത്രയും മരുന്ന് അവർക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആരെടുത്തു കൊടുക്കണു? അവൾക്ക് ആകെ മൈഗ്രെയിന്റെ ഗുളിക മാത്രം അവള് ഡോക്ടർ എഴുതിയ ചീട്ടിന്റെ കാണിച്ചിട്ടാണ് അവൾക്ക് ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊടുത്തത്. ഇവര് പറയണത് BP-യുടെയോ കൗണ്ട് പറയണ ഏതാണ്ടൊക്കെ സ്ട്രിപ്പും കൊണ്ട് അവര് വന്നു എന്നാ പറയണത്. സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് UNA ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറയിലും ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് അമീനയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട തക്കതായിട്ടുള്ള നിയമ നടപടികൾ ഉറപ്പുവരുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.